അധ്യാപകർ. നമ്മുടെ മനസ്സിന്റെ ആവനാഴിയിൽ അറിവ് നിറച്ച് എല്ലാവരെയും നല്ലവരാക്കുക എന്ന കടമയാണ് അധ്യാപകർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരുടെയും ജീവിത വിജയത്തിനും രാജ്യത്തിന്റെ നന്മയ്ക്കും വേണ്ടി അധ്യാപകർ ചെയ്യുന്ന സേവനങ്ങൾ വളരെ വലുതാണ്. അവരെ ലോകം നന്ദിയോടെ ഓർക്കുന്ന ദിനമാണ് അധ്യാപക ദിനം. ഈ അവസരത്തിൽ എല്ലാ അധ്യാപകർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ആശംസകൾ നേരുന്നു. ഹാപ്പി ടീച്ചേഴ്സ് ഡേ. ഹലോ, എല്ലാവർക്കും ഹലോ കിഡ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ടീച്ചേഴ്സ് ഡേ ആണ്. അപ്പോൾ ഹലോ കിഡ്സിൻ്റെ വകയും ഡെനപ്റ്റൈൻ ചാനലിൻ്റെ വകയും എല്ലാ ടീച്ചേഴ്സിനും ഒരു ഹാപ്പി ടീച്ചേഴ്സ് ഡേ. അപ്പോൾ എന്തായാലും നമ്മുടെ ഫസ്റ്റ് കോളർ ആരാ നോക്കാം. ഹലോ ഹലോ, പറയൂ, ആരാണ് വിളിക്കുന്നത്? ശ്രീലക്ഷ്മിയാണ്. ശ്രീലക്ഷ്മിയാണ് വിളിക്കുന്നത്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. അപ്പോൾ ഇന്ന് ടീച്ചേഴ്സ് ഡേ ആണ്. ശ്രീലക്ഷ്മിയുടെ ഫേവറേറ്റ് ടീച്ചർ ആരാണ്? ഓക്കെ, ടീച്ചർ എന്ത് സബ്ജക്റ്റ് ആണ് എടുക്കുന്നത്? ബേസിക് എടുക്കും, ഇംഗ്ലീഷ് എടുക്കും. ഓക്കെ, അപ്പോൾ വീട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെ? നല്ല വിശേഷം. സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും? ഓക്കെ, ഇപ്പം അടുത്തായിരിക്കുന്നുണ്ട്? അടുത്ത് അച്ഛൻ, അമ്മ. അച്ഛനമ്മ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ സൺഡേസ് ഒക്കെ എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യാറ്? എന്താ? സൺഡേ ഒക്കെ എങ്ങനെയാണ് വീട്ടിൽ സ്പെൻഡ് ചെയ്യാറ്? എന്താ ചെയ്യാറ് കൂടുതൽ? അങ്ങനെ ചെയ്യാറൊന്നുമില്ല. ഒന്നുമില്ല, വെറുതെ ഇരിക്കും അല്ലേ? ഓക്കെ, അപ്പോൾ സൺഡേ ക്ലാസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, പിന്നെ ശ്രീലക്ഷ്മി പാട്ട് പാടുമോ? എന്നൊരു പാട്ട് പാടിക്കോളൂ. താരക പെണ്ണാളേ കതിയാടും മിഴിയാറേ, തമ്പുരാനെത്തിയിടും മുമ്പേ കലിങ്കല കോല പറിച്ചാട്ടെ, താത്തിനന്ദന ചെയ്താരോ തകതിനന്ദന ചെയ്താരോ, താത്തിനന്ദന തകതിനന്ദന തകതിനന്ദന ചെയ്താരോ. ഓക്കെ, നന്നായിട്ടുണ്ടോ? അപ്പോൾ പാട്ട് പഠിക്കുന്നുണ്ടോ? ഇല്ല. ഇല്ല, തന്നെ കേട്ട് പഠിച്ചതാണ് അല്ലേ? ഓക്കെ, അപ്പോൾ സൂപ്പർ ആയിട്ടുണ്ട്. എന്നാൽ ചോദ്യം ചോദിക്കട്ടെ? അതിലേക്ക് കഴിഞ്ഞ പ്രാവശ്യം വിജയനെ തെരഞ്ഞെടുത്തില്ലല്ലോ. ഓക്കെ, അത് നമ്മൾ കുറച്ച് സമ്മാനം കൊടുക്കാനുണ്ട്. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞിട്ട് ഇനി വീണ്ടും സമ്മാനം തുടങ്ങുള്ളൂ. ഓക്കെ, അപ്പോൾ ചോദ്യം ചോദിക്കട്ടെ? ഇന്ത്യയിലെ ഹൈടെക് സിറ്റി ഏതാണ്? ബാംഗ്ലൂര്. ആണോ? ഉറപ്പാണോ? തെറ്റിപ്പോയാലോ? അറിയില്ല, പക്ഷെ ആൻസർ തെറ്റാണ്. ഓക്കെ, സാറില്ല. അപ്പോൾ എന്തായാലും നമ്മൾ നെക്സ്റ്റ് സൺഡേ വിളിച്ചോളൂ കേട്ടോ. ഓക്കെ, ബൈ. ഓക്കെ, അപ്പോൾ പച്ചാളത്ത് നിന്ന് ശ്രീലക്ഷ്മിയാണ് വിളിച്ചത്. അപ്പോൾ ശ്രീലക്ഷ്മിക്ക് ആൻസർ അറിയില്ല. ഹലോ, പറയൂ, ആരാണ് വിളിക്കുന്നത്? എബിൻ ആന്റണിയാണ് വിളിക്കുന്നത്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? എടക്കൊച്ചിയിൽ നിന്നാണ് വിളിക്കുന്നത്. എന്തൊക്കെയുണ്ട് വിശേഷം? ഓക്കെ, നമ്മൾ ഇടക്കിടക്ക് വിളിക്കാറുണ്ടോ? ഓക്കെ, വീട്ടിലാരൊക്കെ ഉണ്ട്? ഓക്കെ, അപ്പോൾ ഫേവറേറ്റ് ടീച്ചർ ആരാണ്? മാത്സ് മിസ് ആണ്. ഓക്കെ, മിസ്സിന്റെ പേരെന്താണ്? ഇംഗ്ലീഷ് മിസ് ആണോ? ഓക്കെ, ഇംഗ്ലീഷ് മിസ്സിന്റെ പേരെന്താണ്? ഓക്കെ, അത് മാത്സ് മിസ്സിന്റെ പേര് അറിയാത്തോണ്ടാണോ വേഗം ഇംഗ്ലീഷിലേക്ക് മാറിയത്? അതെന്ത് പറ്റി ടീച്ചറുടെ പേര് അറിയാത്തെ? പേര് നോക്കാറില്ലേ? ഇപ്പോ ഈ വർഷം പുതിയ സ്കൂളിലാണോ ജോയിൻ ചെയ്തേ? പഴയ സ്കൂളിൽ. അപ്പൊ മാത്സ് ടീച്ചറുടെ പേര് അറിയില്ലേ? ഇതുവരെ ചോദിച്ചില്ലേ? 5ാം ക്ലാസ്സിൽ വേറെ മിസ്സാണ്. ഓക്കെ, ഇപ്പൊ എത്ര? 6ാം ക്ലാസ്സിൽ. ഇപ്പൊ എത്രാം ക്ലാസ്സിലാണ്? ഇപ്പൊ 6ല്. ഓക്കെ, അപ്പൊ ഈ വർഷം പുതിയ മിസ്സാണ്, അതുകൊണ്ടാണ് പേരറിയാത്തത്. ഓക്കെ, അപ്പൊ എന്തായാലും ഇനി മാത്സ് ക്ലാസ് വെക്കുമ്പോ ടീച്ചറിനോട് പേര് ചോദിക്കൂ കേട്ടോ. ഓക്കെ, എന്നൊരു ചോദ്യം ചോദിക്കട്ടെ? ഇന്ത്യയിലെ ഹൈടെക് സിറ്റി ഏതാണ്? അറിയില്ല. ഓക്കെ, സാറില്ല. അപ്പൊ എന്തായാലും നമ്മൾ നെക്സ്റ്റ് സൺഡേ വിളിച്ചോളൂ കേട്ടോ. ഓക്കെ, ബൈ. ഓക്കെ, അപ്പോൾ നമ്മൾ എബിൻ ആന്റണിയാണ് വിളിച്ചത്. ഹലോ, ഹലോ, പറയൂ, ആരാണ് വിളിക്കുന്നത്?
ശ്രീഹരി. ശ്രീഹരിയാണ് വിളിക്കുന്നത്. എവിടെ നിന്നായിരുന്നു വിളിക്കുന്നത്? കളമശ്ശേരി. കളമശ്ശേരി. നമ്മൾ എപ്പോഴും വിളിക്കാറുള്ള ശ്രീഹരിയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഓക്കെ, അപ്പൊ ഇന്ന് ടീച്ചേഴ്സ് ഡേ ആയിട്ട് ടീച്ചേഴ്സിനെയൊക്കെ വിഷ് ചെയ്തോ? ആ. ഏത് ടീച്ചറാണ് ഏറ്റവും ഫേവറേറ്റ്? സൗമ്യ മിസ്. ഓക്കെ, ആ ടീച്ചർ എന്താണ് എടുക്കുന്നത്? കെമിസ്ട്രി. കെമിസ്ട്രി. ഓക്കെ, അപ്പൊ കെമിസ്ട്രി ആണോ ഫേവറേറ്റ് സബ്ജക്റ്റും? യാ. ഓക്കെ, അതെന്താണ് കെമിസ്ട്രി ഇത്ര ഇഷ്ടപ്പെട്ടത്? എല്ലാം സിമ്പിളാണ്. എല്ലാം സിമ്പിൾ ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഒരു ചോദ്യം ചോദിക്കട്ടെ? ആ. ഇന്ത്യയിലെ ഹൈടെക് സിറ്റി ഏതാണ്? ഹൈദരാബാദ്. ആണോ? ഉറപ്പാണോ? ഉറപ്പ്. ഉറപ്പാണ്. ആൻസർ കറക്റ്റ് ആണ്. കൺഗ്രാറ്റ്സ്. താങ്ക് യു. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനിയുള്ള സൺഡേസും വിളിക്കണം കേട്ടോ. ഓക്കെ. ഓക്കെ, ബൈ. ഓക്കെ, അപ്പോൾ നമ്മുടെ ശ്രീഹരിയാണ് വിളിച്ചത്. ശ്രീഹരി കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞത്. ഹൈദരാബാദാണ് കറക്റ്റ് ആൻസർ. ഹലോ. ഹലോ. പറയൂ, ആരാണ് വിളിക്കുന്നത്? ആരാണ്? ഹലോ. ഹലോ. ആ, പറഞ്ഞോളൂ, ആരാണ് വിളിക്കുന്നത്? അനുശ്രീ. അനുശ്രീയാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ റേഞ്ചിന് പ്രശ്നമുണ്ടോ? ആ, അതാണ് ഇടയ്ക്ക് കട്ടായി പോകുന്നത്. ഓക്കെ, എവിടെ നിന്നായിരുന്നു വിളിക്കുന്നത്? ഗാന്ധിനഗർ. ഗാന്ധിനഗർ. ഓക്കെ, അപ്പോൾ അനുശ്രീയുടെ ഫേവറേറ്റ് ടീച്ചർ ആരാണ്? സോഷ്യലിസ്റ്റ് പഠിപ്പിക്കാൻ. ഓക്കെ, അപ്പോൾ ടീച്ചറിന്റെ പേര് എന്താണ്? ഓക്കെ, അപ്പോൾ സോഷ്യൽ ആണോ ഫേവറേറ്റ് സബ്ജക്റ്റ്? ആ. ഓക്കെ, അപ്പോൾ എന്തായാലും ടീച്ചേഴ്സിനൊക്കെ വിഷ് ചെയ്തോ? ആ, ചെയ്തു. ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾക്കൊരു ചോദ്യം ആയാലോ? ആ. എന്ത് ചോദ്യം വേണം? പിക്ചർ ചോദ്യം ആയാലോ? ആ, പിക്ചർ ചോദ്യം. ഓക്കെ, അപ്പോൾ അനുശ്രീക്ക് വേണ്ടിയുള്ള പിക്ചർ ഇപ്പോൾ ടി വിയിൽ വരും, ശ്രദ്ധിച്ച് കണ്ടോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് പിക്ചർ ചോദ്യത്തിന് പകരം ക്വസ്റ്റ്യൻ ആയാലോ? ആ. ഓക്കെ, അപ്പോൾ എന്ത് ക്വസ്റ്റ്യൻ വേണം? സിമ്പിൾ വേണോ? ആ. സിമ്പിൾ മതി. ആ. ഓക്കെ, അപ്പോൾ സ്റ്റഡി ഓഫ് ബ്ലഡ്, അതായത് നമ്മൾ ബ്ലഡിനെ കുറിച്ച് പഠിക്കില്ലേ, അതിനൊരു പേരുണ്ട്. എന്താണ് ആ പേര്? സ്റ്റഡി ഓഫ് ബ്ലഡ്. ആ, ബ്ലഡ്. അറിയോ? കേട്ടിട്ടുണ്ട്. ആ, അറിയാൻ പറ്റും. കുറച്ചും കൂടി ഒന്ന് ആലോചിച്ച് നോക്കൂ, പെട്ടെന്ന് ആലോചിച്ചോളൂ. കിട്ടുന്നില്ലേ? വേഗം ആയിക്കോട്ടെ, പക്ഷെ ഗൂഗിൾ നോക്കണ്ട. എന്താണ്? ക്ലിയർ ആയില്ല. എച്ച് വെച്ച് വല്ല ആണോ? എനിക്കറിയില്ല. എന്താ ഹെമറ്റോളജി അങ്ങനെ എന്തോ ആണോ? ഉറപ്പാണോ? ഉറപ്പില്ല. ഉറപ്പില്ല. പിന്നെ എങ്ങനെയാണ് ആൻസർ കിട്ടിയത്? ഇല്ല, എനിക്ക് അറിയായിരുന്നു, ഉറപ്പില്ല വെച്ച്. ഓക്കെ, അപ്പൊ എന്തായാലും ആൻസർ ഉറപ്പില്ലാത്ത ആൻസർ. അപ്പൊ കറക്റ്റ് ആവോ? അറിയില്ല. അറിയില്ല, പക്ഷെ ആൻസർ കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ എന്തായാലും കൺഗ്രാറ്റ്സ്. അപ്പൊ ഇനിയുള്ള സൺഡേസും വിളിക്കണം കേട്ടോ. ഓക്കെ, ബൈ. ഓക്കെ, അപ്പൊ അനുശ്രീയാണ് വിളിച്ചത്. അനുശ്രീ കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞത്. ഹലോ. ഹലോ. പറയൂ, ആരാണ് വിളിക്കുന്നത്? അഭിനവ് കൃഷ്ണ. അഭിനവ് കൃഷ്ണയാണ് വിളിക്കുന്നത്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? തേവര. തേവരയിൽ നിന്നാണ് വിളിക്കുന്നത്. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഓക്കെ, അപ്പൊ ഫേവറേറ്റ് ടീച്ചർ ആരാണ്? അമല മിസ്. മലയാളം മിസ്. മലയാളം മിസ് ആണ്. ഓക്കെ, അപ്പൊ മലയാളമാണോ ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റും? ഓക്കെ, അപ്പൊ മലയാളത്തിൽ ഒരു കവിത ചൊല്ലോ. മലയാളത്തിൽ പഠിച്ചൊരു കവിത ചൊല്ലോ. അങ്ങനെ ഇപ്പൊ അങ്ങനെ അടുത്തായിട്ട് പഠിപ്പിച്ചിട്ടില്ല. ഇപ്പൊ ഒന്നും അടുത്തായിട്ട് പഠിച്ചില്ല. പഠിച്ചതൊന്നും ഓർമ്മയില്ലേ? ഇല്ല. ഇല്ല. എന്നാ നമുക്കൊരു പാട്ട് പാടി തരൂ. പാട്ടോ? ആ, ഓക്കെ. ഓക്കെ, എന്നാ വേഗം പഠിക്കാം. ശങ്കര മഹാദേവ ചന്ദ്രചൂടകലാധര ശ്രീനീലകണ്ഠ പാർവതീശ ചന്ദ്രചൂടകലാധര. പോരെ? ഓക്കെ, അപ്പൊ നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പൊ വീട്ടിലാരൊക്കെ ഉണ്ട്?
അമ്മയുണ്ട്, അച്ഛാമ്മയുണ്ട്, അപ്പയുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാരും കൂടി എന്താണ് പരിപാടി? ഇപ്പൊ എല്ലാരും ചോറ് തിന്നാൻ പോകും. ഓക്കെ, ഇപ്പൊ എല്ലാരും ചോറ് ഞാൻ പോവാണ്. ഓക്കെ, അപ്പൊ അഭിനവ് ഫുഡ് കഴിച്ചോ? അഭിനവ് ഫുഡ് കഴിച്ചോ? ഇല്ല. ഇല്ല. ഓക്കെ, അപ്പൊ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് കഴിക്കാം അല്ലേ? എന്നൊരു ചോദ്യം ചോദിക്കട്ടെ? ചോദിച്ചോ. ജനനം മുതൽ മരണം വരെ വെള്ളം കുടിക്കുന്ന ജീവി ഏതാണ്? മീനാണോ? മീനാണോ? ആണോ? ഉറപ്പാണോ? ഉറപ്പ്. ഉറപ്പായിരിക്കും അല്ലേ? കറക്റ്റ് ആയിരിക്കും? അതറിയില്ല. അറിയില്ല. ഓക്കെ, എന്തായാലും ആൻസർ കറക്റ്റ് ആണ്. മീനാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ എന്തായാലും ഇനിയുള്ള സൺഡേസ് വിളിച്ചോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ അഭിനവ് പോയപ്പോ അഭിനവ് പറഞ്ഞ ആൻസർ എന്തായാലും കറക്റ്റ് ആണ്. മീനാണ് കറക്റ്റ് ആൻസർ. ഹലോ ഹലോ, പറയൂ, ആരാണ് വിളിക്കുന്നത്? ആൽഡ്രിനോ. ആൽഡ്രിനോ ആണ് വിളിക്കുന്നത്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? പുതിയാവ്. ഓക്കെ, ആദ്യമായിട്ടാണോ വിളിക്കുന്നത്? അല്ല, പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. ഇതിനും പ്രാവശ്യം വിളിച്ചിട്ടുണ്ടല്ലേ? കിട്ടിയായിരുന്നോ? കിട്ടി. ഓക്കെ, ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഓക്കെ, ഫേവറേറ്റ് ടീച്ചർ ആരാണ്? ഓക്കെ, ടീച്ചറുടെ സബ്ജക്ട് ഏതാണ്? നേരത്തെ എടുത്തിട്ടുള്ള, ഇപ്പൊ എടുക്കാറില്ല. ഇപ്പൊ എടുക്കാറില്ല. ഓക്കെ, ഏതായിരുന്നു സബ്ജക്ട്? പണ്ട് മലയാളം. മലയാളമായിരുന്നു. ഓക്കെ, അപ്പൊ മലയാളമാണോ ഫേവറേറ്റ് സബ്ജക്ട്? മലയാളം വേറെ എന്തെങ്കിലും സബ്ജക്ട്? ഓക്കെ ഓക്കെ, അപ്പോ മലയാളത്തിൽ എന്തെങ്കിലും ഒരു കവിത അല്ലെങ്കിൽ എന്തെങ്കിലും പാടുമോ? ഇല്ല. അതെന്ത് പറ്റി? രണ്ടുപേരും ഒന്ന് ട്രൈ ചെയ്തൂടെ? ഓക്കെ, എന്നാൽ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. ഓക്കെ, അതാണ് മലയാളത്തിൽ നമുക്ക് പറഞ്ഞത് അല്ലേ? വായിച്ചു വളരുന്നവൻ വളരും, വായിക്കാണ്ട് വളരുന്നവൻ വളയും. ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും കറക്റ്റ് ആയിട്ട് പറഞ്ഞു. അത് ഇത് ടീച്ചർ പഠിപ്പിച്ചു തന്നാണോ? അല്ല, ഇത് എല്ലാരും പറഞ്ഞു കേട്ടതാണല്ലേ? ചേട്ടൻ പറഞ്ഞ. ഓക്കെ, അപ്പൊ ഒരു ചോദ്യം ചോദിക്കട്ടെ? തേനീച്ച മൂളുന്നത് എന്തുകൊണ്ട്? ചിറകുകൊണ്ട്. ആണോ? കുസൃതി ചോദ്യമാണ്. ഉറപ്പാണ്? ഓക്കെ, എന്തായാലും ആൻസർ തെറ്റാണ്. ഓക്കെ, സാറില്ല. അപ്പൊ എന്തായാലും ഷോ ഫുൾ കണ്ടോളൂ ആൻസർ അറിയാൻ വേണ്ടി. അതുപോലെ ഇനിയുള്ള സൺഡേസ് വിളിക്കണം കേട്ടോ. ഓക്കെ, ബൈ. ഓക്കെ, അപ്പൊ എന്തായാലും ആൻസർ തെറ്റാണ്. അപ്പൊ നിങ്ങൾ വേഗം വേഗം വിളിച്ചോളൂ ആൻസർ അറിയാമെങ്കിൽ. ഹലോ ഹലോ, പറയൂ, ആരാണ് വിളിക്കുന്നത്? അംബികയാണ്. ഓക്കെ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? എവിടെ നിന്നാണ് വിളിക്കുന്നത്? SRM റോഡിൽ നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഫേവറേറ്റ് ടീച്ചർ ആരാണ്? ഇംഗ്ലീഷ് ടീച്ചറാണ്. ഓക്കെ, ഇംഗ്ലീഷ് ടീച്ചറുടെ പേരെന്താണ്? ഓക്കെ, അപ്പൊ നമുക്കൊരു ചോദ്യത്തിലേക്ക് പോയാലോ? പിക്ചർ ചോദ്യം ആയാലോ? ഓക്കെ, അപ്പൊ ഇപ്പൊ ടിവിയിൽ പിക്ചർ വരും, അപ്പൊ ശ്രദ്ധിച്ചു കണ്ടോളൂ. ഓക്കെ, അപ്പൊ ടിവിയിൽ പിക്ചർ വന്നിട്ടുണ്ട്. ഇതെന്താണ്? ഇവിടെ ക്ലൂ ഉണ്ട്. അതിൽ തേർഡ് ലെറ്റർ G ആണ്. ഓക്കെ, അറിയോ? പിക്ചർ കണ്ടോ? എന്താണ്? ജീസസോ? ആണോ? ജീസസില് G ആണോ? ഒന്നുകൂടി കാണിക്കോ? ഓക്കെ, ഒന്നും കൂടി കാണിക്കാം. ഒന്നും കൂടി പിക്ചർ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ തേർഡ് ലെറ്റർ ആണ് G. ഓക്കെ, എന്തായിരിക്കും? ആ 3 പിക്ചർ കാണിച്ചില്ലേ? അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വേർഡ് ആണ്. കിട്ടുന്നില്ലേ? ഇല്ല. ഓക്കെ, സാറില്ല. അപ്പൊ എന്തായാലും നമ്മൾ നെക്സ്റ്റ് സൺഡേ വിളിച്ചോളൂ കേട്ടോ. ഓക്കെ, ബൈ. ഓക്കെ, അപ്പൊ എന്തായാലും അംബികയ്ക്ക് ആൻസർ കിട്ടിയിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് അറിയാമെങ്കിൽ വേഗം വേഗം വിളിച്ചോളൂ. ഹലോ പറയൂ, ആരാണ് വിളിക്കുന്നത്?
എബിയാണ് വിളിക്കുന്നത്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മ, പപ്പ, ചേട്ടൻ, കുഞ്ഞു. ഓക്കെ, ആരാണ് പൊന്നു? അനിയത്തിയാണോ? ഓക്കെ, ചേച്ചിയാണ്. ഓക്കെ ഓക്കെ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? LKG-യിലാണ് പഠിക്കുന്നത്. ഏതാണ് സ്കൂള്? സ്കൂൾ അറിയില്ലേ? ഇല്ല, പേരറിയില്ല. അടുത്ത ആരെങ്കിലും ഉണ്ടോ? ചേച്ചി ഉണ്ട്. എന്നാ ചേച്ചിയോട് ചോദിച്ചേ ഞാൻ ഏത് സ്കൂളിലാണ് പഠിക്കുന്നതെന്ന്. ഓക്കെ, ലിറ്റിൽ ഫ്ലവറിലാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇന്ന് ടീച്ചേഴ്സ് ഡേ ആണ്. അതറിയോ? ഓക്കെ, അപ്പൊ ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചർ ആരാണ്? ഓക്കെ, അപ്പൊ ടീച്ചർ എന്താണ് പഠിപ്പിക്കുന്നത്? എല്ലാം പഠിപ്പിക്കുമോ അല്ലേ? ഓക്കെ, ഒരു പാട്ട് പാടി തരുമോ? അതെന്തു പറ്റി? പാടാൻ അറിയില്ല. ഓക്കെ, അപ്പൊ എന്തായാലും ഇനി അടുത്ത തവണ വിളിക്കുമ്പോ പാട്ടൊക്കെ പഠിച്ചിട്ട് വരണേ. ഹലോ കിഡ്സിലേക്ക് ആദ്യമായിട്ടാണോ വിളിക്കുന്നത്? അല്ല, ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ടോ? വിളിച്ചിട്ടുണ്ട്. ഓക്കെ, 2 പ്രാവശ്യം വിളിച്ചിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ എല്ലാ ദിവസവും ഹലോ കിഡ്സ് കാണാറുണ്ടോ? ഓക്കെ, അപ്പൊ ഹലോ കിഡ്സ് ഇഷ്ടമാണോ? ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ നമുക്കൊരു ചോദ്യത്തിലേക്ക് പോയാലോ? പിക്ചർ ചോദ്യമാണ്. അപ്പൊ ടിവിയിൽ ഒരു പിക്ചർ വരും. ടിവിയുടെ അടുത്താണോ നിക്കുന്നത്? ഓക്കെ, അപ്പൊ ടിവിയിൽ പിക്ചർ കാണിക്കട്ടെ? ഓക്കെ, അപ്പൊ ടിവിയിൽ നമ്മളൊരു പിക്ചർ വരും. അപ്പൊ എബി അത് ശ്രദ്ധിച്ച് കണ്ടോളൂ. എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ ഓക്കെ, അപ്പൊ ടിവിയിൽ പിക്ചർ വന്നിട്ടുണ്ട്. അറിയില്ല. ഉറപ്പാണോ? ഉറപ്പാണ്. ഓക്കെ, സാറില്ല. അപ്പൊ എന്തായാലും നമ്മളെ നെക്സ്റ്റ് സൺഡേ വിളിച്ചോളൂ കേട്ടോ. ഓക്കെ, ബൈ. ഓക്കെ, അപ്പൊ എബിയാണ് നമ്മളെ വിളിച്ചത്. അപ്പൊ എബിക്ക് ആൻസർ അറിയില്ല. നമുക്ക് നെക്സ്റ്റ് കോൾ ആരാ നോക്കാം. ഹലോ, പറയൂ, ആരാണ് വിളിക്കുന്നത്? ഇമാനുവൽ ആണ് വിളിക്കുന്നത്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഓക്കെ, അപ്പൊ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 7th. ഏതാണ് സ്കൂള്? ഓക്കെ, അപ്പൊ ഇന്ന് ടീച്ചേഴ്സ് ഡേ ആണ്. ആരാണ് ഫേവറേറ്റ് ടീച്ചർ? ഓക്കെ, ഏത് സബ്ജക്റ്റ് ആണ് എടുക്കുന്നത്? സോഷ്യൽ. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഓക്കെ, അപ്പൊ ടിവിയിൽ ഇപ്പൊ ഒരു പിക്ചർ ക്വസ്റ്റ്യൻ വരും. നമുക്ക് ചോദിക്കില്ല അല്ലേ? ഓക്കെ, അപ്പൊ ടിവിയുടെ അടുത്താണോ നിക്കുന്നത്? ഓക്കെ, അപ്പൊ ടിവിയിൽ ഇപ്പൊ പിക്ചർ വരും കേട്ടോ. ഓക്കെ, അപ്പൊ പിക്ചർ വന്നിട്ടുണ്ട്. എന്താണിത്? ഇത് ഈ 3 പിക്ചറും കൂടി കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ താഴത്ത് കൊടുത്തിരിക്കുന്ന ഒരു വേർഡ് കിട്ടും. അതിന് 3ാമത്തെ ലെറ്റർ G ആണ്. മനസ്സിലായോ? പെട്ടെന്ന് ആലോചിച്ചോളൂ. അറിയോ? ഗോളോ? ഗോൾ ആണോ? 3ാമത്തെ ലെറ്റർ ആണ് G. അറിയില്ല. ഓക്കെ, സാറിന് അപ്പൊ നമ്മൾ നെക്സ്റ്റ് സൺഡേ വിളിച്ചോളൂ കേട്ടോ. ഓക്കെ, ബൈ. ഒരു അധ്യാപകൻ സമൂഹത്തിനു വേണ്ടി തലമുറകളെ സൃഷ്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കളിമണ്ണ് കൊണ്ട് ശില്പങ്ങൾ മെനയുന്ന ഒരു ശില്പിയാണവൻ. ശില്പി തൻ്റെ കയ്യിലെ കളിമണ്ണ് സ്വന്തം കരവിരുതുകൊണ്ട് മയപ്പെടുത്തി ഭംഗിയുള്ള
വളരെ വ്യത്യസ്തമായ ശില്പങ്ങളാണ് മെനഞ്ഞുണ്ടാക്കുന്നത്. ഇതുപോലെ തന്നെയാണ് ഒരു അധ്യാപകനും. തനിക്ക് കിട്ടുന്ന അല്ലെങ്കിൽ തൻ്റെ മുന്നിലെത്തുന്ന കുട്ടികൾ വ്യത്യസ്തമായ കഴിവുകളുള്ളവരാണ്. അവരുടെ കഴിവുകളെ കണ്ടെത്തി തിരിച്ചറിഞ്ഞ് അവരെ പരുവപ്പെടുത്തി എടുക്കുകയാണ് ചെയ്യുന്നത്. വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് കോളർ ആരാ നോക്കാം. ഹലോ ഹലോ, പറയൂ, ആരാണ് വിളിക്കുന്നത്? ഹലോ, പറഞ്ഞോളൂ, ആരാണ് വിളിക്കുന്നത്? ഹലോ ഹലോ ഹലോ, പറയൂ, ആരാണ് വിളിക്കുന്നത്? ആരാണ്? ഹിബ. ഓക്കെ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? മട്ടാഞ്ചേരി നിന്നാണ് വിളിക്കുന്നത്. ടിവിയുടെ അടുത്ത് നിന്ന് കുറച്ച് നീങ്ങി നിന്നോളൂ. ഓക്കെ, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഏതാണ് സ്കൂള്? ഓക്കെ, അപ്പൊ ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ടോ ഹലോ കിഡ്സിലേക്ക്? ഇല്ല, ആദ്യമായിട്ടാണല്ലേ? ഓക്കെ, അപ്പൊ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ ഇടക്കിടക്ക് കാണാറുണ്ട്. അപ്പൊ ഇന്നാണ് വിളിച്ചു നോക്കിയത്. ഓക്കെ, അപ്പൊ ഇന്ന് ടീച്ചേഴ്സ് ഡേ ആയിട്ട് ടീച്ചേഴ്സിനൊക്കെ വിഷ് ചെയ്തോ? ആരാണ് ഫേവറേറ്റ് ടീച്ചർ? ഓക്കെ, ടീച്ചറിന്റെ പേരെന്താണ്? ഓക്കെ, മിസ് എന്ത് സബ്ജക്റ്റാണ് എടുക്കുന്നേ? ക്ലാസ് ടീച്ചറാണ്. ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഓക്കെ, അപ്പൊ ടിവിയിൽ ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ വരൂ കേട്ടോ. ഓക്കെ, അപ്പൊ ടിവിയിലേക്ക് ശ്രദ്ധിച്ചോളൂ, എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, അപ്പൊ ടിവിയിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പൊ ഈ 3 പിക്ചറും കൂടി കണക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു വേർഡ് കിട്ടും. എന്താണത്? അതിന്റെ 3rd ലെറ്റർ G ആണ്. അറിയോ? ഉറപ്പാണ്, അറിയില്ല അല്ലേ? ഓക്കെ സാറില്ല, അപ്പൊ എന്തായാലും നമ്മളെ നെക്സ്റ്റ് സൺഡേ വിളിച്ചോളൂ കേട്ടോ. ഓക്കെ, ബൈ ബൈ ഹിബ. ഓക്കെ, അപ്പൊ ഹിബയാണ് മട്ടാഞ്ചേരിയിൽ നിന്ന് വിളിച്ചത്. അപ്പൊ ഹിബക്കും ആൻസർ അറിയില്ല, നിങ്ങൾക്കറിയെങ്കിൽ വേഗം വിളിച്ചോളൂ. ഹലോ ഹലോ, പറയൂ, ആരാണ് വിളിക്കുന്നത്? അലീനയാണ് വിളിക്കുന്നത്. ഓക്കെ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? കാക്കനാട്. ആദ്യമായിട്ടാണോ വിളിക്കുന്നത്? വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ കിട്ടിയിട്ടില്ല. ഇന്നാണ് ആദ്യമായിട്ട് കിട്ടിയത് അല്ലേ? ഓക്കെ, അപ്പൊ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ 8ല്. അലീനയുടെ ഫേവറേറ്റ് ടീച്ചർ ആരാണ്? ജാനകി ടീച്ചർ. ഓക്കെ, അപ്പൊ ഏത് സബ്ജക്റ്റ് ആണ് പഠിപ്പിക്കുന്നത്? എല്ലാ സബ്ജക്റ്റും പഠിപ്പിക്കും. ഓക്കെ, അപ്പോ ഒരു പാട്ട് പാടുമോ? പാട്ടൊന്നും അറിയില്ല. എന്താ പാട്ട് അറിയാത്തെ? അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോ പാടുമോ? ഓക്കെ, അപ്പൊ എന്തായാലും നല്ലൊരു പാട്ട് പഠിച്ചിട്ട് പാടി തന്നെ കേട്ടോ. ഓക്കെ, അപ്പൊ വീട്ടില് വെറുതെ ഇരിക്കുമ്പോ എന്താ ചെയ്യാറ്? വീട്ടില് വെറുതെ ഇരിക്കുമ്പോ എന്തെങ്കിലും കാർഡൊക്കെ ഉണ്ടാക്കും. ഓക്കെ, കാർഡൊക്കെ ഉണ്ടാക്കും. വേറെ എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യാറുണ്ടോ കാർഡ് അല്ലാണ്ട്? വേറെ പടം വരക്കും, അങ്ങനല്ലാണ്ട് വേറെ ഒന്നും ചെയ്യില്ല. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്കൊരു പിക്ചർ ആയാലോ? ഓക്കെ, അപ്പൊ ടിവിയിൽ പിക്ചർ വരും, അത് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം അല്ലേ? ഓക്കെ, അപ്പൊ ഈ 3 സിമ്പിളും കൂടി കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ വേർഡ് കിട്ടും. ഓക്കെ, കോള് കട്ടായി പോയി. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഹലോ കിഡ്സിൽ ബ്രേക്ക് എടുക്കാൻ ടൈമായി. ബ്രേക്കിന് പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. മാതാപിതാ ഗുരു ദൈവം. അധ്യാപക ദിനം. ദൈവതുല്യരായ ഗുരുക്കന്മാരെ നാം ആദരിക്കുന്നു. മുൻ രാഷ്ട്രപതി ശ്രീ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് സെപ്റ്റംബർ 5 നാം അധ്യാപക ദിനമായി ആചരിക്കുന്നത്. തത്വചിന്തകൻ, പ്രാസംഗികൻ, മനുഷ്യസ്നേഹി എന്നീ ഗുണങ്ങളുള്ള ഒരു മാതൃകാ അധ്യാപകനായിരുന്നു അദ്ദേഹം. അധ്യാപകർ എന്നും
വിദ്യാർത്ഥികളുടെ മാർഗദർശികകളും മാതൃകയും ആയിരിക്കണം. ഒരു സമൂഹത്തിലേക്ക് നല്ല ഒരു ഭാവി തലമുറയെ വാർത്തെടുക്കുന്ന അധ്യാപകർ ശ്രേഷ്ഠർ തന്നെയാണ്. ഈ ഒരു കോവിഡ് കാലഘട്ടത്തെയും അതിജീവിക്കുവാൻ നമ്മുടെ കുട്ടികളെ പ്രാപ്തരാക്കുന്ന എല്ലാ അധ്യാപക ശ്രേഷ്ഠർക്കും പ്രണാമം. ഓക്കെ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് കോളർ ആരാ നോക്കാം. ഹലോ ഹലോ, പറയൂ, ആരാണ് വിളിക്കുന്നത്? അലൻ ജോഷുവ. ഓക്കെ, അലനാണ് വിളിക്കുന്നത്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? എവിടെയാണ്? കാക്കനാട്. കാക്കനാട്. ആദ്യമായിട്ടാണോ വിളിക്കുന്നത്? ഓക്കെ, അപ്പോ ആദ്യമായിട്ടാണ് ഇന്ന് ഹലോ കിഡ്സ് കാണുന്നതും? ആദ്യമായിട്ടല്ല, നേരത്തെ കണ്ടുണ്ട്, ട്രൈ ചെയ്തിട്ട് കിട്ടാറില്ല. ഓക്കെ, കിട്ടാറില്ല. അപ്പൊ ഇന്നാണ് കിട്ടിയത്. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 6th. ഏതാണ് സ്കൂള്? ഓക്കെ, ഫേവറേറ്റ് ടീച്ചർ ആരാണ്? ഓക്കെ, അപ്പൊ ടീച്ചറിന് ഇന്ന് വിഷ് ചെയ്തോ? വിഷ് ചെയ്തോ? ഓക്കെ, അപ്പൊ ടീച്ചറിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് എന്തെങ്കിലും പറയാനുണ്ടോ? കാർഡ് ഉണ്ടാക്കി എന്നിട്ട് ടീച്ചർ സെൻഡ് ചെയ്തു അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും നമുക്കൊരു പിക്ചർ ആയാലോ? ഓക്കെ, അപ്പൊ ടിവിയിൽ പിക്ചർ വരും. അപ്പൊ പിക്ചർ കണ്ടിട്ട് നമുക്ക് ചോദ്യം ചോദിക്കാം അല്ലേ? ഓക്കെ, പിക്ചർ വന്നിട്ടുണ്ട്. കണ്ടിട്ട് എന്താ തോന്നുന്നു? അതിന്റെ ഒരു ക്ലൂ ആയിട്ട് നമുക്ക് 3rd ലെറ്റർ G തന്നിട്ടുണ്ട്. ആണോ? എനിക്കറിയില്ല. ഈ 3 പിക്ചറും കൂടി കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു വേർഡ് കിട്ടും. ആ വേർഡിന്റെ 3rd ലെറ്റർ ആണ് G. അറിയില്ല, ഉറപ്പാണോ? എന്താണ്? ഒന്നുകൂടി കാണിക്കാം. ഓക്കെ, അപ്പൊ ഒന്നും കൂടി ശ്രദ്ധിച്ചോളൂ. ഒന്നും കൂടി വരും കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് കണ്ടോ? ക്ലിയർ ആയിട്ടൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാലും മനസ്സിലാവും. കിട്ടിയില്ലേ? ഇല്ല. ഓക്കെ, അപ്പൊ എന്തായാലും സിമ്പിൾ ആയിരുന്നു. ക്ലൂ എല്ലാം അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മളെ നെക്സ്റ്റ് സൺഡേ വിളിച്ചോളൂ കേട്ടോ. ഓക്കെ, ബൈ അലൻ. ബൈ. ഓക്കെ, അലനാണ് വിളിച്ചത്. അലൻ ആൻസർ കിട്ടിയില്ല. ഹലോ. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ വേഗം വിളിച്ചോളൂ. അപ്പൊ ആ 3 പിക്ചറിലാണ് ആൻസർ ഇരിക്കുന്നത്. ഹലോ. പറയൂ, ആരാണ് വിളിക്കുന്നത്? ഇമാനുവൽ ആണ് വിളിക്കുന്നത്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഇമാനുവൽ ചേരാത്തൂർന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇമാനുവൽ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 3. ഏതാണ് സ്കൂള്? ഓക്കെ, അപ്പൊ ഇമാനുവലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് കളർ ഏതാണ്? ഗ്രീൻ ആണ് ഇഷ്ടം. അതെന്താണ് ഗ്രീൻ ഇഷ്ടപ്പെടാൻ കാര്യം? പച്ചയാണ് ഇഷ്ടം. ഓക്കെ, അപ്പൊ സീനറി ഒക്കെ ഇഷ്ടമാണല്ലേ? സീനറി ഒക്കെ ഇഷ്ടമാണോ? ഓക്കെ, അപ്പൊ എൻവയോൺമെന്റിനെ സ്നേഹിക്കുന്ന ആളാണോ ഇമാനുവൽ? പ്രകൃതിനെ സ്നേഹിക്കുന്ന ആളാണോ ഇമാനുവൽ? ഓക്കെ, അപ്പൊ നമുക്കൊരു പിക്ചർ ചോദ്യം ആയാലോ? അതെന്ത് പറ്റി? പിക്ചർ ചോദ്യം അറിയില്ല. ആൻസർ അറിയാത്തോണ്ടാണോ അത് വേണ്ടെന്ന് പറഞ്ഞേ? ഓക്കെ, എന്നാ വേറൊരു സിമ്പിൾ ചോദ്യം ആവാം അല്ലേ? തേനീച്ച മൂളുന്നത് എന്തുകൊണ്ട്? തേനീച്ച മൂളുന്നത് എന്തുകൊണ്ട്? കുസൃതി ചോദ്യാണ്. കൊമ്പുള്ള കാരണോ? ആണോ? ഉറപ്പാണോ? തെറ്റിപ്പോയാലോ? തെറ്റിപ്പോവില്ല അല്ലേ? കറക്റ്റ് ആയിരിക്കും അല്ലേ? അതറിയില്ല, പക്ഷെ ആൻസർ തെറ്റാണ്. ഓക്കെ, സാറില്ല. അപ്പൊ എന്തായാലും നമ്മൾ നെക്സ്റ്റ് സൺഡേ വിളിച്ചോളൂ കേട്ടോ. ഓക്കെ, ബൈ. ഓക്കെ, ഇപ്പൊ ചെയ്താൽ വിളിച്ചത്.
ഹലോ, പറയൂ ആരാണ് വിളിക്കുന്നത്? ജോഷുവയാണ് വിളിക്കുന്നത്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? എറണാകുളത്ത് എവിടെയാണ്? പനമ്പള്ളി നഗറിൽ നിന്നാണ് വിളിക്കുന്നത്. ആദ്യമായിട്ടാണോ വിളിക്കുന്നത്? നേരത്തെ വിളിച്ചിട്ടുണ്ടോ? ഓക്കെ ഓക്കെ. അപ്പൊ പനമ്പള്ളി നഗറിൽ എവിടെയാണ്? ചിലവന്നൂർ റോഡിലാണ്. ഓക്കെ, അവിടെ എവിടെയാണ്? അവിടെ തന്നെയാണല്ലേ. ഓക്കെ, ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഓക്കെ, അപ്പൊ നമ്മുടെ ഹലോ കിഡ്സിന്റെ സ്ഥിരം വ്യൂവർ ആണല്ലേ? ഓക്കെ, അപ്പൊ ഹലോ കിഡ്സിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അടിപൊളിയാണ്. ഓക്കെ, വേറെ ഒന്നും പറയാനില്ല. എന്തെങ്കിലും സജഷൻ? ഒന്നുമില്ലല്ലേ. ഓക്കെ, അപ്പൊ പിക്ചർ വേണോ ക്വസ്റ്റ്യൻ വേണോ? ക്വസ്റ്റ്യൻ മതി. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കാം അല്ലേ? കുസൃതി ചോദ്യമാണ് കേട്ടോ. തേനീച്ച മൂളുന്നത് എന്തുകൊണ്ട്? എന്നാണ്? ആണോ? ഉറപ്പാണോ? ഉറപ്പാണ്. പക്ഷെ ആൻസർ തെറ്റാണ്. ഓക്കെ സാറില്ല. അപ്പൊ എന്തായാലും നെക്സ്റ്റ് സൺഡേ വിളിച്ചോളൂ. അപ്പൊ എന്തായാലും ഒരു പാട്ട് പാടുന്നുണ്ടോ? വിളിച്ച സ്ഥിതിക്ക് രണ്ടുപേരും പാടിട്ട് പോയാലോ? അറിയാൻ പാടില്ല. അതെന്താണ് പാട്ട് പഠിച്ചോളൂ? പഠിക്കാറാണ് ചെയ്യുന്നത്. എന്തായാലും ഇനി പറ്റുമെങ്കിൽ രണ്ടുപേരും ട്രൈ ചെയ്തോ. ഓക്കെ, അപ്പൊ എന്തായാലും എന്നെ ഒന്ന് വരയ്ക്കാൻ ട്രൈ ചെയ്യോ? നോക്കാല്ലേ. ഓക്കെ, അപ്പൊ നോക്കിയിട്ട് കറക്റ്റ് ആവുകയാണെങ്കിൽ എനിക്ക് സെൻഡ് ചെയ്ത് തരൂ. ഓക്കെ, അപ്പൊ ബൈ ബൈ. ഓക്കെ, അപ്പൊ ജോഷുവ പനമ്പള്ളി നഗറിൽ നിന്നാണ് വിളിച്ചത്. ഹലോ, പറയൂ ആരാണ് വിളിക്കുന്നത്? ഷിനിയാണ് വിളിക്കുന്നത്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? നെട്ടൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ആദ്യമായിട്ടാണോ വിളിക്കുന്നത്? ആദ്യമായിട്ടാണ് വിളിക്കുന്നത്. ഓക്കെ, ഏതാണ് സ്കൂള്? ഏതാണ്? ഓക്കെ, അപ്പൊ ആദ്യമായിട്ടാണ് ഇന്ന് ഹലോ കിഡ്സ് കാണുന്നതും? അല്ല, ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടല്ലേ? ഓക്കെ, വീട്ടിലാർക്കുണ്ട്? ഓക്കെ, അപ്പൊ ഇന്ന് സൺഡേ ആയിട്ട് എല്ലാരും കൂടി എന്താണ് പരിപാടി? വെറുതെ ഇരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്കൊരു പിക്ചർ ക്വസ്റ്റ്യൻ ആയാലോ? ഓക്കെ, അപ്പൊ ടിവിയുടെ അടുത്താണോ നിൽക്കുന്നത്? ഓക്കെ, അപ്പൊ ടിവിയിൽ ആ പിക്ചർ വരും. അപ്പൊ ശ്രദ്ധിച്ചു കണ്ടോളൂ. ഓക്കെ, എന്താണ്? സൈൻ ആണോ? ഉറപ്പാണ് അല്ലേ? ഒന്നും കൂടി ശ്രദ്ധിച്ചു കണ്ടായിരുന്നോ? ഉറപ്പിച്ചു. ഓക്കെ, അപ്പൊ വേറെ ആരെങ്കിലും ആൻസർ പറഞ്ഞു തന്നോ? ഇല്ല. ഓക്കെ, അപ്പൊ എന്തായാലും ആൻസർ കറക്റ്റ് ആണ്. സൈൻ ആണ് കറക്റ്റ് ആൻസർ. കൺഗ്രാറ്റ്സ്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ ഇനിയുള്ള സൺഡേസ് വിളിക്കണം കേട്ടോ. ഓക്കെ, ബൈ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് അതിന്റെ ആൻസർ കിട്ടി. അതിന്റെ കറക്റ്റ് ആൻസർ സൈൻ ആണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് കോളർ ആരാ നോക്കാം. ഹലോ, പറയൂ ആരാണ് വിളിക്കുന്നത്? എമിലിയാണ് വിളിക്കുന്നത്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? എറണാകുളത്ത് എവിടെയാണ്? ചേരാനല്ലൂർ. ഓക്കെ, അപ്പൊ ചേരാനല്ലൂരില് ആരൊക്കെ ഉണ്ട് വീട്ടില്? പപ്പ, അമ്മ, 2 അനിയന്മാര്. ഓക്കെ, അനിയന്മാരുടെ പേരെന്താണ്? അപ്പു, എഡ്വിൻ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരു ഹായ്. ഓക്കെ, അപ്പൊ ഇന്ന് ആദ്യമായിട്ടാണോ ഹലോ കിഡ്സ് കാണുന്നത്? അല്ല, ഇതിനു മുമ്പ് കാണാറുണ്ടായിരുന്നോ? വിളിച്ചിട്ടുണ്ടോ? വിളിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇന്ന് സൺഡേ ആയിട്ട് എല്ലാരും കൂടി എന്താണ് പരിപാടി? വെറുതെ വീട്ടിലിരിക്കുകയാണ് അല്ലേ? ഫുഡൊക്കെ കഴിച്ചോ? കഴിച്ചിട്ടില്ല. അതെന്ത് പറ്റി? വെബിനാർ ഒക്കെ ഉണ്ടായിരുന്നു സ്കൂളിന്റെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കാന്ന് വിചാരിച്ചല്ലേ? ഓക്കെ, അപ്പൊ ടീച്ചേഴ്സിനൊക്കെ വിഷ് ചെയ്തോ? വിഷ് ചെയ്തു. ആരാണ് ഫേവറേറ്റ് ടീച്ചർ? ഇംഗ്ലീഷ് സബ്ജക്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇംഗ്ലീഷ് ആണോ ഫേവറേറ്റ് സബ്ജക്ട്? ഓക്കെ, അപ്പൊ ഇംഗ്ലീഷ് നമുക്കൊരു പോയം പാടിത്തരോ? അറിയില്ല. എന്നാലും രണ്ടുപേരി? ഒന്നും കിട്ടുന്നില്ലേ?
ഇല്ല. ഇതുവരെ പഠിച്ചതില് അങ്ങനെ പാടാറില്ല. പാടാറില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഇനി എന്തായാലും വിളിക്കുമ്പോൾ ട്രൈ ചെയ്യണം കേട്ടോ. ആ ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ആ ഓക്കെ, അപ്പൊ പിക്ചർ ചോദ്യം ആയാലോ? ആ പിന്നെ ശ്രദ്ധയാണ്. ആ, പിക്ചർ ചോദ്യമാവോ? ഓക്കെ, അപ്പൊ പിക്ചർ ഇതാ ഇപ്പോൾ ടി വിയിൽ വരും, ശ്രദ്ധിച്ച് കണ്ടോളൂ. ഓക്കെ, അപ്പൊ പിക്ചർ വന്നിട്ടുണ്ട്. ഇതിന്റെ ആൻസർ എന്താണ്? ഇതിൽ ഓൾറെഡി അവർ 3 ലെറ്റേഴ്സ് നമുക്ക് ക്ലൂ ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ ഇനി 3 ലെറ്റേഴ്സും കൂടി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആവും. എന്തായിരിക്കും അത്? പിക്ചർ ഒന്നുകൂടെ കാണിക്കാവോ? പിക്ചർ ഒന്നുകൂടി കാണിക്കാം. ഓക്കെ, പിക്ചർ ഒന്നുകൂടി കാണിച്ചിട്ടുണ്ട്. അറിയോ? ഇല്ല. ഇല്ല. റേഡിയോ ആണോ? റേഡിയോ ആണോ? ആണെന്നാ തോന്നണേ. ആണെന്നാണ് തോന്നുന്നത്. ഓക്കെ, പക്ഷേ ആൻസർ എന്തായാലും തെറ്റാണ് കേട്ടോ. ആ ഓക്കെ സാറില്ല, അപ്പൊ നമ്മൾ നെക്സ്റ്റ് സൺഡേ വിളിക്കില്ലേ? ആ വിളിക്കാം. ഓക്കെ, ബൈ. ഓക്കെ, അപ്പൊ എമിലിയാണ് വിളിച്ചത്. എനിക്ക് ആൻസർ കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് അറിയെങ്കിൽ വേഗം വിളിച്ചോളൂ. ഹലോ, ഹലോ, പറയൂ, ആരാണ് വിളിക്കുന്നത്? ഞാൻ ശ്രീലക്ഷ്മിയാണ്. ശ്രീലക്ഷ്മിയാണ് വിളിക്കുന്നത്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? എന്നേടി കളമശ്ശേരി. കളമശ്ശേരിയിൽ നിന്നാണ് വിളിക്കുന്നത്. നമ്മൾ എപ്പോഴും വിളിക്കാനുള്ള ശ്രീലക്ഷ്മിയാണോ? ആ ഓക്കെ, വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് അമ്മ, അച്ഛൻ, ചേട്ടൻ. അമ്മ, അച്ഛൻ, ചേട്ടന്. ഓക്കെ, ഇപ്പൊ അടുത്താരൊക്കെ ഉണ്ട്? അടുത്ത അമ്മയും ചേട്ടനും. അമ്മയും ചേട്ടനും. അപ്പൊ എല്ലാവരും ഹലോ കിഡ്സ് കാണുകയാണല്ലേ? ആ ഓക്കെ, അപ്പൊ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് എടുക്കുകയാണ്. ആ അതെ. ഓക്കെ, അപ്പൊ ടീച്ചേഴ്സ് ഡേ ആയിട്ട് സ്കൂളിൽ നിന്ന് വല്ല ഓൺലൈൻ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നോ? ഇല്ല. ടീച്ചേഴ്സിന് വേണ്ടി കാർഡൊക്കെ ഉണ്ടാക്കിയോ? ഞാൻ പടം വരച്ചു. അല്ല, ഇത് ഉണ്ടാക്കി കൊടുത്ത് ബെഞ്ചും ടീച്ചറും ബോർഡൊക്കെ ആയിട്ട്. ബെഞ്ചും ടീച്ചറും ബോർഡൊക്കെ ഉണ്ടാക്കി കൊടുത്തോ? ആ ഉണ്ടാക്കി ഒരു ചാർട്ട് പേപ്പറില് ഉണ്ടാക്കി ഓക്കെ ഓക്കെ, അപ്പൊ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാറുണ്ടല്ലേ? ആ ഓക്കെ, അപ്പൊ അത് ഇഷ്ടമാണോ ചെയ്യാൻ? ആ അപ്പൊ ഇതിനൊക്കെ ആരാണ് ഹെൽപ്പ് ചെയ്യാറ്? ഞാൻ സ്വന്തമായിട്ടാ ചെയ്യാറ്. തന്നെ ചെയ്യാറാണ്, ആരും ഹെൽപ്പ് ചെയ്യില്ല അല്ലേ? ഇല്ല, ഞാൻ യൂട്യൂബിലും ഗൂഗിളിലൊക്കെ അടിച്ചൊക്കെ ചെയ്യും. ഓക്കെ, അപ്പൊ അതിലൊക്കെ സെർച്ച് ചെയ്ത് പഠിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ എന്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ ഞങ്ങൾക്ക് അയച്ചു തരൂ കേട്ടോ. ആ ഓക്കെ, അപ്പൊ എന്തായാലും വരച്ചിട്ടാണെങ്കിൽ അയച്ചു തരാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ എന്നെ ട്രൈ ചെയ്തിട്ട് അയച്ചു തരൂ. ഓക്കെ, അപ്പൊ എന്തായാലും ഇതൊക്കെ കണ്ടിന്യൂ ചെയ്യണം കേട്ടോ, നല്ല കാര്യങ്ങളാണ്. ആ ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ആ ഓക്കെ, അപ്പൊ ടിവിയിൽ പിക്ചർ കാണിക്കട്ടെ? പിക്ചർ വേണ്ട, എനിക്ക് കുസൃതി ചോദ്യം മതി. പിക്ചർ വേണ്ട, കുസൃതി ചോദ്യം മതിയോ? ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കാൻ പോവാണ്. തേനീച്ച മൂളുന്നത് എന്തുകൊണ്ട്? അതിന് സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ട്. ആണോ? ആയിരിക്കും. ആരാടാ ആൻസർ പറഞ്ഞത്? ആരെങ്കിലും ഹെൽപ്പ് ചെയ്തോ? ആ അമ്മ പറഞ്ഞു തന്നതാ. അമ്മ പറഞ്ഞു തന്നു. ഓക്കെ, അപ്പൊ എന്തായാലും അമ്മയോട് പറഞ്ഞോളൂ ആൻസർ കറക്റ്റ് ആണെന്ന്. താങ്ക് യു. ഓക്കെ, അപ്പൊ കൺഗ്രാറ്റ്സ്. താങ്ക് യു. ഓക്കെ, അപ്പൊ എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിലും വിളിക്കണം കേട്ടോ. ആ വിളിക്കാം. ഓക്കെ, ബൈ ബൈ. ബൈ ബൈ. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഓരോ വിദ്യാർത്ഥികളെയും മുന്നോട്ട് നയിക്കുന്നതിന് ഇന്നും അധ്യാപകർ നേതൃത്വം കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഏത് കാലത്തായിക്കോട്ടെ, ഏത് പ്രതിസന്ധി ആയിക്കോട്ടെ, എന്നും അധ്യാപകർ സമൂഹത്തിൽ വളരെയേറെ പ്രസക്തിയുള്ളവരാണ്. തീർച്ചയായിട്ടും നമ്മൾ ഈ പ്രതിസന്ധിയൊക്കെ മറികടക്കുന്നതിന് നമുക്ക് ഒരുമിച്ച് കൂട്ടായി പ്രവർത്തിക്കാം. കുറേ കൂടി ഉത്തരവാദിത്വത്തോടുകൂടി, കുറേ കൂടി കരുതലോടുകൂടി കുട്ടികളെ നമുക്ക് ചേർത്ത് നിർത്താം. അവരെ അകലങ്ങളിലാണെങ്കിലും മനസ്സുകൊണ്ട് നമുക്ക് ഒന്നാക്കാൻ കഴിയും. ഓക്കെ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് കോൾ ആരാ നോക്കാം. ഓക്കെ, കോൾ ഡിസ്കണക്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾ വേഗം വിളിച്ചോളൂ. ഹലോ ഹലോ, ഹലോ, പറയൂ, ആരാണ് വിളിക്കുന്നത്? മലാല. മനാനയാണ് വിളിക്കുന്നത്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഹലോ, ഹലോ, ഓക്കെ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഉദയംപേരൂർ. ഉദയംപേരൂർ. ആദ്യമായിട്ടാണോ വിളിക്കുന്നത്? അല്ല. അല്ല, ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഏത് ക്ലാസ്സിലാണ്? ഫിഫ്തിൽ. ഏതാണ് സ്കൂള്? ഓക്കെ, അപ്പൊ എപ്പോഴും ഹലോ കിഡ്സ് കാണാറുണ്ടോ? ഓക്കെ, ഇപ്പൊ അടുത്താരൊക്കെ ഉണ്ട്? അമ്മയുണ്ട്, അച്ഛനുണ്ട്, പിന്നെ കസിൻസ് ഉണ്ട്. കസിൻസ് ഉണ്ട്. ഓക്കെ, അപ്പം സൺഡേ ആയിട്ട് എന്താണ് പരിപാടി? ഒന്നുമില്ല.
ഗംഗ. ഓക്കെ, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 3ാം ക്ലാസ്സിൽ. 3ാം ക്ലാസ്സിൽ. ഏതാണ് സ്കൂള്? ഏതാണ് സ്കൂള്? SDKY ഗുരുകുല വിദ്യാലയ ഏരിയൂർ. ഓക്കെ, അപ്പൊ ഇന്ന് ടീച്ചേഴ്സ് ഡേ അല്ലേ? ഫേവറേറ്റ് ടീച്ചർ ആരാണ്? എന്താ? ഇന്ന് ടീച്ചേഴ്സ് ഡേ അല്ലേ? അതെ. ഓക്കെ, അപ്പൊ ഫേവറേറ്റ് ടീച്ചർ ആരാണ്? ഓക്കെ, ഞാൻ എന്റെ ഡ്രസ്സിന് എടുത്തേക്കാവേ. ഓക്കെ ഓക്കെ. ഹലോ, ഹലോ, ഇതാരാണ്? ഞാൻ മലാലയാണ്. ഓക്കെ ഓക്കെ. അപ്പൊ പാട്ട് പാടോ? നോ. ഇല്ല, അതെന്ത് പറ്റി? വേറെ കസിൻസ് ആരെങ്കിലും പാടോ? അറിയില്ല. അറിയില്ല. ആരും പാട്ട് പാടുന്ന ആരും അറിയില്ലേ? ഇല്ല. ഓക്കെ, അന്ന് നമുക്കൊരു ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ, അപ്പൊ നമുക്ക് ഒരു പിക്ചർ ചോദ്യം ആവാം അല്ലേ? ഓക്കെ, അപ്പൊ ടിവിയിൽ ഒരു പിക്ചർ വരും കേട്ടോ, ശ്രദ്ധിച്ചു കണ്ടോ? ഓക്കെ, അപ്പൊ ടിവിയിൽ പിക്ചർ വന്നിട്ടുണ്ട് കേട്ടോ. റെക്കോർഡ് ആണോ? ഉറപ്പാണ് അല്ലേ? ഓക്കെ, എന്തായാലും ആൻസർ കറക്റ്റ് ആട്ടോ. കൺഗ്രാറ്റ്സ്. ഓക്കെ, അപ്പൊ എന്തായാലും ഇനിയുള്ള സന്ദേശം വിളിക്കണം കേട്ടോ. ഓക്കെ, ബൈ. മലയാളയാണ് വിളിച്ചത്. കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞത്. റെക്കോർഡാണ് കറക്റ്റ് ആൻസർ. ഹലോ. ഹലോ, പറയൂ, ആരാണ് വിളിക്കുന്നത്? സെഫിയ. സ്റ്റെഫിയാണ് വിളിക്കുന്നത്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? കുണ്ടന്നൂര് തേവര. തേവരയെന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ട്വിൻ സിസ്റ്റർ, പിന്നെ ഒരു ചേച്ചി. ട്വിൻ സിസ്റ്റർ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ വിളിച്ച സ്റ്റെഫിയാണ് അല്ലേ? കഴിഞ്ഞ ആഴ്ച എന്റെ ട്വിൻ സിസ്റ്റർ സ്റ്റാനിയെന്ന് വിളിച്ചത്. സ്റ്റാനിയാണ് വിളിച്ചത്. ഓക്കെ, അപ്പൊ പേരും ഏകദേശം ഒരേപോലെ ആണ്, അതുകൊണ്ട് കൺഫ്യൂഷൻ ആണ്. ഓക്കെ, അപ്പൊ നിങ്ങളെ വീട്ടിൽ എന്താണ് വിളിക്കാറ്? വീട്ടില് സ്റ്റാനി, സ്റ്റെഫി. ഓക്കെ, അപ്പൊ ഐഡന്റിക്കൽ ട്വിൻസ് ആണോ? അങ്ങനെയൊന്നുമില്ല, കുഞ്ഞിലായിരുന്നു, ഇപ്പൊ അല്ല. ഇപ്പൊ അല്ല, ഇപ്പൊ ഡിഫറെന്റ് ആണല്ലേ? ആ, ഓക്കെ, അപ്പൊ അതുകൊണ്ട് ആർക്കും മാറിപ്പോയില്ല അല്ലേ? ഇല്ല. ഇല്ല. ഓക്കെ, അന്നൊരു ചോദ്യത്തിലേക്ക് പോയാലോ? ആ, ഓക്കെ, അപ്പൊ എന്ത് ചോദ്യം വേണം? പിക്ചർ ആയാലോ? ആ, ഓക്കെ, അപ്പൊ ടിവിയിൽ ഇപ്പോൾ ഒരു പിക്ചർ വരും, അപ്പൊ ശ്രദ്ധിച്ചു കണ്ടോളൂ. ആ. ഓക്കെ, അപ്പൊ പിക്ചർ വന്നിട്ടുണ്ട്. എന്താണ് ഇതിന്റെ കറക്റ്റ് ആൻസർ? ബാറ്റ്. ബാറ്റ് ആണോ? ആ. സിമ്പിൾ ആയിരുന്നു അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും ആൻസർ കറക്റ്റ് ആണ്. കൺഗ്രാറ്റ്സ്. താങ്ക് യു. അപ്പൊ എന്തായാലും ഇനിയുള്ള സൺഡേസും വിളിക്കണം കേട്ടോ. ആ, അപ്പൊ ട്വിൻ സിസ്റ്ററിനോടും സിസ്റ്ററിനോടൊക്കെ അന്വേഷണം പറയണേ. ആ, പറയാം. ഓക്കെ, ബൈ. ബൈ. ഓക്കെ, അപ്പൊ സ്റ്റെഫിയാണ് വിളിച്ചത്. കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞത്. ബാറ്റ് ആണ് കറക്റ്റ് ആൻസർ. ഹലോ. ഹലോ, പറയൂ, ആരാണ് വിളിക്കുന്നത്? ദൃശ്യ. ദൃശ്യാണ് വിളിക്കുന്നത്. എവിടെ നിന്നാണ്? തലക്കോട് നിന്നാണോ? ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. സുഖമായിട്ടിരിക്കുന്നു അല്ലേ? ഓക്കെ, അപ്പൊ ഇപ്പൊ ഡ്രോയിങ് ഒക്കെ ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ ടീച്ചേഴ്സ് ഡേ ആയിട്ട് എന്തെങ്കിലും ചെയ്തോ? ചെയ്തില്ല, കാരണം ലോക്ക്ഡൌൺ ആയതുകൊണ്ടൊന്നും മേടിക്കാൻ പറ്റില്ല. ഓക്കെ, ഒന്നും മേടിക്കാൻ പറ്റിയില്ല. ഓക്കെ, അപ്പൊ ടീച്ചേഴ്സിനൊക്കെ വിഷ് ചെയ്തോ? ഓക്കെ, അപ്പൊ ഏറ്റവും ഫേവറേറ്റ് ടീച്ചർ ആരാണ്? ഓക്കെ, അപ്പൊ ടീച്ചർ ഏത് സബ്ജക്റ്റ് ആണ് എടുക്കുന്നത്? ഹിന്ദി. ഹിന്ദി. അപ്പൊ ദൃശ്യ പാട്ട് പാടോ? ഇല്ല, ഇല്ല. ഒരു രണ്ടുപേരും ട്രൈ ചെയ്തൂടെ? എനിക്ക് ഇഷ്ടമല്ല പാട്ട് പാടുന്ന ഇഷ്ടമല്ല. പാട്ട് കേൾക്കാൻ ഇഷ്ടമാണോ? ഓക്കെ, അപ്പൊ ഏറ്റവും ഫേവറേറ്റ് പാട്ട് ഏതാണ്? അതാണ് ഇഷ്ടം. ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും നമുക്കൊരു ചോദ്യത്തിലേക്ക് പോയാലോ? എന്ത് ചോദ്യം വേണം? പിക്ചർ ആയാലോ? ഓക്കെ, അപ്പൊ ടിവിയിൽ ഒരു പിക്ചർ ചോദ്യം വരും. വന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, അപ്പൊ ടിവിയിൽ പിക്ചർ വന്നിട്ടുണ്ട്. എന്താണ് ഇതിന്റെ ആൻസർ? ഷെൽ ആണോ? ഉറപ്പാണല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും ആൻസർ കറക്റ്റ് ആട്ടോ. കൺഗ്രാറ്റ്സ്. ഓക്കെ, അപ്പൊ എന്തായാലും ഇനിയുള്ള സന്ദേശം വിളിക്കണം കേട്ടോ. ഓക്കെ, ബൈ. ഓക്കെ, അപ്പൊ തലക്കോട് ഷെല്ലാണ് കറക്റ്റ് ആൻസർ. ഹലോ. ഹലോ. ഹലോ, പറയൂ, ആരാണ് വിളിക്കുന്നത്? ദിയ ആനന്ദാണ് വിളിക്കുന്നത്. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഓക്കെ, എവിടെ നിന്നായിരുന്നു വിളിക്കുന്നത്? തൈക്കൂടം. തൈക്കുടത്തു നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ വീട്ടിലാരൊക്കെയുണ്ട് ഇപ്പോ?
അപ്പൻ, അമ്മ, അമ്മാമ, അനിയൻ. ഓക്കെ, അപ്പൊ അനിയന്റെ പേരെന്തായിരുന്നു? എൽവിൻ. എൽവിൻ. ഓക്കെ, അപ്പൊ എൽവിന് പാട്ട് പാടുമോ? അവൻ ഇപ്പൊ എന്റെ അടുത്തില്ല. ഇല്ല, ഇപ്പൊ അവിടെ പോയി? അവൻ അപ്പുറത്ത് കളിക്കുന്നു. അപ്പുറത്ത് കളിക്കാൻ പോയി. ഓക്കെ, എന്നൊരു ചോദ്യം ചോദിക്കട്ടെ. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ അവാർഡ് ഏതാണ്? ഹലോ, ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന സിവിലിയൻ അവാർഡ് ഏതാണ്? എനിക്കറിയില്ല. അറിയില്ല. എന്നാ ആരും ചോദിച്ചോളൂ. അടുത്ത ആരെങ്കിലും ഉണ്ടോ? അറിയില്ല. ഇല്ല. ഓക്കെ, എന്തായാലും നെക്സ്റ്റ് സൺഡേ വിളിച്ചോളൂ. ഓക്കെ, ഓക്കെ, ബൈ ബൈ. ബൈ. ഹലോ, ഹലോ, പറയൂ, ആരാണ് വിളിക്കുന്നത്? അഭിനന്ദ്. ആരാണ്? അഭിനന്ദ്. അഭിനന്ദാണ് വിളിക്കുന്നത്. ഓക്കെ, ഇത് ഭയങ്കര എനർജി ആണല്ലോ. ഓക്കെ, എവിടെ നിന്നായിരുന്നു വിളിക്കുന്നത്? ഉദയംപേരൂർ നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ വീട്ടിലാരൊക്കെ ഉണ്ട് ഇപ്പോ? ഇപ്പൊ ഞാൻ എന്റെ കസിന്റെ വീട്ടിലാ. കസിന്റെ വീട്ടിലാണ്. ഓക്കെ, അപ്പൊ കസിൻസിന്റെ പേരെന്തൊക്കെയാണ്? മലാല, ഓക്കെ, മഹാദേവ്. ഓക്കെ, മലാല, മഹാദേവ്. മലാല നേരത്തെ വിളിച്ചായിരുന്നോ? വിളിച്ചായിരുന്നു. ഓക്കെ, അപ്പൊ അത് നിങ്ങളുടെ കസിൻ ആണല്ലേ? ഓക്കെ, ഓക്കെ. അപ്പൊ എന്താണ് ഇന്ന് പരിപാടി? ഒന്നുമില്ല, വെറുതെ കസിന്റെ വീട്ടിൽ പോയതാണോ? ഓക്കെ, പാട്ട് പാടുവോ? ഇല്ല. ഓക്കെ, എന്നൊരു ചോദ്യം ചോദിക്കട്ടെ. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ അവാർഡ് ഏതാണ്? അറിയോ? പെട്ടെന്ന് ആലോചിക്കണേ. ഭാരതരത്നം ആണോ? ഉറപ്പാണല്ലേ? അടുത്തുനിന്ന് ആരാ പറഞ്ഞു തന്നത്? ഒരു സൗണ്ട് ഞാൻ കേട്ടല്ലോ. ആന്റിയാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ എന്തായാലും ആന്റിയോട് പറഞ്ഞോളൂ, കറക്റ്റ് ആൻസർ ആണ്. കൺഗ്രാറ്റ്സ്. ഓക്കെ, അപ്പൊ എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിലും വിളിക്കണം കേട്ടോ. ഓക്കെ, വെൽക്കം ബാക്ക്. അപ്പൊ നെക്സ്റ്റ് കോളർ ആരാ നോക്കാം. ഹലോ, ഹലോ, പറയൂ, ആരാണ് വിളിക്കുന്നത്? ആരാണ്? നീയാണ് വിളിക്കുന്നത്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? ചളിക്കാട്ടം നിന്നാണ് വിളിക്കുന്നത്. നമ്മളെ ഇടക്കിടക്ക് വിളിക്കാറുള്ള നീയല്ലേ? കഴിഞ്ഞ ഞായറാഴ്ച വിളിച്ചായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച വിളിച്ചു. ഓക്കെ, അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. നല്ല വിശേഷം. ഓക്കെ, അപ്പൊ നീയുടെ ഫേവറേറ്റ് ടീച്ചർ ആരാണ്? എന്റെ ടീച്ചറ് ഓർമ്മയില്ലേ? എന്താണ്? ഹിമ ടീച്ചർ. ഓക്കെ, അപ്പൊ ടീച്ചർ എന്ത് സബ്ജക്റ്റ് ആണ് എടുക്കുന്നത്? ഹിന്ദിയാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഹിന്ദിയിലെ ടീച്ചർക്ക് വേണ്ടി ഒരു പോയം ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ? ഹിന്ദിയിലൊരു പോയം പാടോ? അറിയില്ല. ഓക്കെ, മലയാളത്തിലോ? മലയാളത്തിലറിയാം. മലയാളത്തിലൊന്നും പാടിക്കോളൂ. വന്നതപ്പോൾ പലഴുത്തുവെള്ളം തൂകുന്ന പോലെ നെൽപ്രാളയം തൂകി തുടങ്ങും. മണ്ടനായുള്ളൊരു പങ്കജനാഥൻ മന്ദരം മഞ്ഞക്കൂടി ചെറുപ്പില്ല യാതൊർക്കും ഒപ്പുണ്ടായിരുന്നെങ്കിൽ ചെൽപ്പരേ വന്നിടാമെന്നേയുള്ളൂ. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. ഇതാരാണ് പഠിപ്പിച്ചു തന്നത്? ഞാൻ ടെക്സ്റ്റ് ബുക്കിലുണ്ടായിരുന്ന പോയോ. എന്താണ്? ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായ പോയാണല്ലേ? ഓക്കെ, അന്നേരം ചോദ്യം ചോദിക്കട്ടെ. പിക്ചർ ഇല്ല. ക്വസ്റ്റ്യൻ ആണ്. പിക്ചർ തീർന്നു. ഓക്കെ, ചോദിക്കട്ടെ. സിമ്പിളോ? ഓക്കെ, സിമ്പിൾ ആണ്. നിങ്ങൾ പഠിക്കുന്ന കുട്ടികളല്ലേ, അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ചോദിക്കട്ടെ. ബുക്സിനെ കുറിച്ചുള്ള സ്റ്റഡി, അതിന്റെ പേരെന്താണ്? ബുക്സിനെ കുറിച്ചുള്ള സ്റ്റഡി, അതിന്റെ പേരെന്താണ്?
ബുക്സിനെ കുറിച്ച് പഠിക്കും. അതിന് ഒരു പേര് പറയും. അറിയോ? അറിയാ. എന്താണ് ആൻസർ? അറിയില്ല. ഓക്കെ, അപ്പൊ എന്തായാലും സാറില്ല. അപ്പൊ നമ്മളെ നെക്സ്റ്റ് സൺഡേ വിളിച്ചോളൂ കേട്ടോ. എന്താണ്? അനിയന് കൊടുത്തോളൂ. ഹലോ, അനിയന്റെ പേരെന്താണ്? ഓക്കെ, അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം? ഇപ്പൊ ഏത് ക്ലാസ്സിലാണ്? ഓക്കെ, ഇപ്പൊ ഏത് ക്ലാസ്സിലാണ്? ഓക്കെ, അപ്പൊ UKG ഫേവറേറ്റ് ടീച്ചർ ആരാണ്? ഓക്കെ, അപ്പൊ മിസ് എന്താ എല്ലാ സബ്ജക്റ്റും എടുക്കോ? എല്ലാ സബ്ജക്റ്റും എടുക്കോ മിസ്? ഇംഗ്ലീഷ് ആണ് എടുക്കുന്നത് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് ഇനി നെക്സ്റ്റ് സൺഡേ വിളിക്കാം കേട്ടോ. ഓക്കെ, ബൈ. ഓക്കെ, അപ്പൊ നീയും മിൽവിനുമാണ് വിളിച്ചത്. അപ്പൊ എന്തായാലും നമ്മുടെ ഹലോ കിഡ്സ് വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈമായി. അപ്പോൾ നമ്മുടെ ഹലോ കിഡ്സ് വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈമായി. അപ്പോൾ എന്തായാലും പുതിയൊരു എപ്പിസോഡുമായി ഞാൻ വരും. ടിൽ ദെൻ ബൈ.